അപ്പൊ ഇന്ന് നമ്മൾ മുയലിറച്ചി വെച്ചിട്ട് അടിപൊളി റെസിപ്പി ചെയ്യാൻ പോണേ കേട്ടോ. അപ്പൊ സംഭവം റാബിറ്റ് ലസാനിയാണ്. അതിന്റെ കൂടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബെഷമൽ സോസിന്റെ റെസിപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ. ഞാനിവിടെ ഏകദേശം 1.25 കിലോ തന്നെ മുയലിറച്ചി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, സീസണിംഗ് ഒന്നും ഇല്ലാണ്ട് ഒലിവ് ഓയിൽ ഞാൻ സെയർ ചെയ്തെടുക്കാൻ പോണേ കേട്ടോ. അതിനായിട്ട് ഒരു പോട്ടിലേക്ക് നല്ല ഗുഡ് ക്വാളിറ്റി എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി റാബിറ്റിന്റെ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് 1 മിനിറ്റ് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആവണ വരെ കുക്ക് ചെയ്യാം കേട്ടോ. ആക്ച്വലി കുക്ക് ചെയ്യണല്ല, നമ്മൾ സ്കിൻ ഒന്ന് ഗോൾഡൻ ആക്കണം കേട്ടോ. ഇനി റാബിറ്റിന്റെ സോസ് ഉണ്ടാക്കാനായിട്ട് 7 വെളുത്തുള്ളി ഇടിച്ച് ചതച്ച് കുനുകുനാന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു വലിയ ക്യാരറ്റ് പീൽ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഡൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി തൊലി കളഞ്ഞ 7 കുഞ്ഞുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരറ്റിന്റെ അതേ അളവിൽ 2 കഷ്ണം സെലറി സ്റ്റിക്സ് അതേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ റാബിറ്റ് മീറ്റ് നല്ല ലീൻ മീറ്റ് ആയതുകൊണ്ട് ഞാനിവിടെ ഏകദേശം 450 ഗ്രാം ബട്ടർ ഓരോ സെഷനിൽ ഇടാനായിട്ട് ചെറുതായിട്ട് ക്യൂബാക്കി വെക്കുന്നുണ്ട്. ഇനി റാബിറ്റ് സീർ ചെയ്ത പോട്ടിലേക്ക് 150 ഗ്രാം ബട്ടർ ഇട്ട് ഒന്ന് ഡീഗ്ലേസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു സ്പ്രിഗ് ഫ്രഷ് തൈം ഇട്ട് കൊടുക്കുക, ഒരു സ്പ്രിഗ് റോസ്മേരി ഇട്ട് കൊടുക്കുക, നേരത്തെ അരിഞ്ഞ കുഞ്ഞുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, അതേപോലെ നേരത്തെ അരിഞ്ഞ ക്യാരറ്റും സെലറി ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇളക്കി 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 കപ്പ് റെഡ് വൈൻ ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ സീർ ചെയ്ത് മാറ്റി വെച്ച മുയലിറച്ചി ഇട്ട് കൊടുത്ത് 600 ml പീച്ച സോസ് ഒഴിച്ച് അരിഞ്ഞു വെച്ച 150 ഗ്രാം ബട്ടർ ഇട്ട് അടച്ചു വെച്ച് 2 മണിക്കൂർ ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ, അല്ലെങ്കിൽ അടിക്കി പിടിക്കും. ഇനി അതിലെ തൈമും റോസ്മേരിയും റാബിറ്റ് മീറ്റുകളെല്ലാം എടുത്ത് മാറ്റി ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് നല്ല സ്മൂത്ത് സോസ് എടുക്കാം. ഇനി ആ റാബിറ്റ് മീറ്റ് മാത്രം പുള്ളി ചെയ്ത് മാറ്റി ഞാൻ ആ സോസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബെഷമൽ സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു പോട്ടിലേക്ക് 50 ഗ്രാം ബട്ടർ, 50 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് നമുക്കൊരു റൂ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഫ്ലേവറിനായിട്ട് ഒരു ബേ ലീഫും ഒരു പീസ് ഗ്രാമ്പും പകുതി സവാള ഇട്ട് ലോ ഫ്ലെയിമിൽ നല്ലോണം മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കുക്ക് ചെയ്ത് അരിഞ്ഞ 2 ടേബിൾ സ്പൂൺ സ്പിനച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ബെഷമൽ സോസ് റെഡി. ഇത് അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സോസാണ് കേട്ടോ. ഇനി നമ്മുടെ ലസാനിയ ലെയർ ചെയ്യാനായിട്ട് ആദ്യം റാബിറ്റ് റഗു ഇട്ട് കൊടുക്കാം. ഓവൻ റെഡി ലസാനിയ ഷീറ്റ് വെച്ച് കൊടുക്കാം. വീണ്ടും കുറച്ച് റാബിറ്റ് റഗു ഇട്ട് ലെയർ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ ബെഷമൽ സോസ് സ്പൂൺ കൊണ്ട് ഇതേപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് പർമജാൻ ചീസ് ഇട്ട് കൊടുക്കാം, കുറച്ച് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. വീണ്ടും 3 ലസാനിയ ഷീറ്റ് വെച്ച് പരമാവധി നമുക്ക് ലെയറുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ലെയറിൽ ഞാൻ കുറച്ച് അധികം മോസറല്ല ചീസ് ഇടുന്നുണ്ട്. ഇനി ഒരു ഫോയിൽ വെച്ച് മൂടി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 400 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആഹാ, നല്ല അടിപൊളിയായിട്ട് ലസാനിയ ഷീറ്റും ചീസൊക്കെ കുക്ക് ആയിട്ടുണ്ട്. ഇനി ആ ചീസൊക്കെ ഒന്ന് കളറാക്കാനായിട്ട് 15 മിനിറ്റ് ഫോയിൽ ഇല്ലാണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ റാബിറ്റ് റഗു ലസാനിയ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, കട്ട് ചെയ്യുക, പ്ലേറ്റ് ചെയ്യുക, കഴിക്കുക. ഞാൻ കുറച്ച് പർമജാൻ ചീസും പാർസലി ഇട്ടാണ് പ്ലേറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ ഇറ്റാലിയൻ ഷെഫിനോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. Bro, I got some lasagna for you. Yeah? You wanna try? See how it is? I want your honest opinion. What's in it? This is rabbit. So I made a rabbit ragu and I layered them into this lasagna. Fucking that's incredible. Thank you, man. Thank you. That's so good. Thank you, man. Thank you so much. That's so good. Thank you. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.